നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലും രാജ്യസഭയിലും ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ രാജ്യസഭയിലാണ് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ അസ്വാരസ്യം ഉണ്ടാകാൻ പോകുന്നത്. രാജ്യസഭയിൽ ബിൽ അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകും എന്ന് എൻ.ഡി.എയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. എൻ.ഡി.എയുടെ പാർലമെൻ്ററി മീറ്റിങ്ങിലും ഏറ്റവും വലിയ ഒരു ബാലുകേറ മലയായി അവർ കണക്കാക്കുന്നത് രാജ്യസഭയെ തന്നെയാണ്. ലോക്സഭയിൽ എൻ.ഡി.എക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. അതിനാൽ സഖ്യകക്ഷികളെ മണിയടിച്ച് നിർത്തിയാൽ തീർച്ചയായും ബി.ജെ.പിക്ക് അവിടെ സുഗമമായി എല്ലാ രീതിയിലും അവിശ്വാസ പ്രമേയത്തെയൊക്കെ അതിജീവിക്കാൻ കഴിയും. എന്നാൽ രാജ്യസഭയിൽ അതിന് പോലും ഇപ്പോൾ കഴിയില്ല. നിലവിൽ ബി.ജെ.പിക്ക് 86 അംഗങ്ങളാണുള്ളത്. സഖ്യകക്ഷികളിൽ പലരും എൻ.ഡി.എയുടെ ഭാഗമായിട്ടുള്ളവരല്ല. അതിലെടുത്ത് പറയേണ്ടത് വൈ.എസ്.ആർ കോൺഗ്രസും ബി.ജെ.ഡിയും ഒക്കെയാണ്. ഇവരെല്ലാം തന്നെ ശക്തമായി തന്നെ ബി.ജെ.പി വിരുദ്ധത കാണിക്കുന്നവരാണ്. അതുമാത്രമല്ല ടി.ആർ.എസിൽ നിന്നും, അതായത് ഇപ്പോഴത്തെ ബി.ആർ.എസിൽ നിന്നും ഒരു എം.പി രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. വളരെ വൈകാതെ അതിലെ മുഴുവൻ പേരും, ബി.ആർ.എസിലെ മുഴുവൻ പേരും കോൺഗ്രസിലേക്ക് ചേക്കേറും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ വീണ്ടും വർദ്ധിക്കുന്നു തെലങ്കാനയിൽ നിന്ന് തന്നെ എന്നുള്ളത് വ്യക്തം. തെലങ്കാനയിലെ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് തന്നെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം നിലവിൽ കോൺഗ്രസിൻ്റെ അംഗസംഖ്യയോടൊപ്പം ബി.ആർ.എസിൻ്റെ മൊത്തം അംഗസംഖ്യ നോക്കിയാൽ മതി. അതിൽ ചന്ദ്രശേഖര റാവു ഒഴിച്ച് ബാക്കി എല്ലാവരും, ചന്ദ്രശേഖര റാവുവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് രേവന്ത് റെഡ്ഡിക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. തീർച്ചയായും അവർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യും. അത് ബി.ജെ.പിയുടെ നഷ്ടത്തിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും. ലോക്സഭയിലെ താൽക്കാലികമായ ഒരു ആശ്വാസത്തെ രാജ്യസഭയിൽ കാണാൻ കഴിയില്ല. രാജ്യസഭയിൽ അത് ബി.ജെ.പിക്ക് ഒരു വാളായി തന്നെ നിൽക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ രാജ്യസഭയിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. ഖാർഗെ നിലവിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമാണ്. ഖാർഗെയ്ക്ക് ശേഷം ഇനി രാജ്യസഭയിലേക്ക് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരണമോ എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി രാജ്യസഭയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ലോക്സഭയിലേക്കുള്ള പ്രതിപക്ഷ നേതാവായി മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരണം എന്ന നീക്കമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കുന്നത് രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രിയായ ഗെലോട്ടിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നാൽ രാജസ്ഥാനിലെ പടലപ്പടക്കം ആയും അതുവഴി രാജസ്ഥാൻ ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ്സിന് വളരെ എളുപ്പത്തിൽ കഴിയും. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ ബി ആയി കോൺഗ്രസ് കരുതുന്നത്. ദേശീയ തലത്തിൽ തന്നെ നമുക്കറിയാം, മല്ലികാർജുൻ ഖാർഗെ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആദ്യം അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ നിന്നിരുന്നത് അശോക് ഗെലോട്ടാണ്. എന്നാൽ ഉപാധികളോടെ ആയിരുന്നു അദ്ദേഹം മത്സരിക്കാൻ നിന്നത്. അത് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. പിന്നീടാണ് ശശി തരൂർ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. എന്നാൽ മല്ലികാർജുൻ ഖാർഗെ വിജയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത്. വളരെ വൈകാതെ തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ കോൺഗ്രസ്സിന് വീണ്ടും പ്രതിപക്ഷത്തിൽ നിന്നും ഭരണകക്ഷിയിലേക്ക് എന്ന രീതിയിലേക്ക് വരെ കോൺഗ്രസ്സിന് എത്താൻ കഴിയുന്ന സാഹചര്യമാണ്. അതായത് ബി.ജെ.പിയുടെ സീറ്റ് നില കുറയും, കോൺഗ്രസ്സിനേക്കാൾ താപ്പോട്ട് പോകും. അത് കോൺഗ്രസിൻ്റെ ബലം ഇരട്ടിയായി വർദ്ധിക്കും. രാജ്യസഭയിൽ ബി.ജെ.പിയുടെ ഒരു കളിയും നടക്കില്ല.